24 ബിഗ് ഇമ്പാക്ട് 24 വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. മന്ത്രിമാരായ എം ബി രാജേഷ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അടിയന്തര റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് എക്സൈസിന്റെ ഈ നടപടി. മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെ മദ്യവിൽപ്പന കേന്ദ്രവും പൂട്ടിച്ചു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്നാണ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ 24നോട് പറഞ്ഞത്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇതിലെ പ്രതിയെ പോലീസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വൈദ്യ പരിശോധന നടത്തിയ ശേഷം പ്രതിയെ കൊണ്ടുപോകുന്നതാണ്. നമുക്കതിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. നിഖിൽ പ്രമേഷ് നമ്മളോടൊപ്പമുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ, പറയൂ. ഗോപികൃഷ്ണൻ, 24 വാർത്തയിൽ അരമണിക്കൂർ കൊണ്ട് ഇടപെട്ടിരിക്കുകയാണ് എക്സൈസ് വകുപ്പ്. വളരെ വേഗത്തിൽ, അതായത് ജില്ലയിലെ 2 മന്ത്രിമാരും, മന്ത്രി എം ബി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ഈ വിഷയത്തിൽ ഇടപെടുകയും വളരെ വേഗത്തിൽ തന്നെ നടപടി അവർ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതി ദേവിയെ പിടികൂടി ചിറ്റൂരിലെ എക്സൈസ് റേഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധന ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അവരെ അധികം വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. നമ്മൾ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിർബാധം ഈ വീട്ടിൽ നിന്നുള്ള മദ്യ വിൽപ്പന തുടരുകയായിരുന്നു അവർ. ആർക്കും, പ്രായഭേദമന്യേ ആർക്കും ഈ വീട്ടിലെത്തി മദ്യം വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ളൊരു വീഴ്ച എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ ഈ പിടിച്ചെടുത്ത മദ്യവും, ഇന്ന് രാവിലെ ആ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ പിടിച്ചെടുത്ത മദ്യവും ഉണ്ട്. അത് നമുക്ക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രദർശിപ്പിക്കും. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലായിടങ്ങളിലും വിവിധ തരത്തിലുള്ള പരിശോധനകളും മറ്റും നടക്കുമ്പോഴാണ് നിർബാധം ഒരു വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ 24 വാർത്തയെ തുടർന്ന് അതിവേഗത്തിലുള്ള നടപടികൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്നത്. അവരെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഈ വിഷയത്തിൽ എക്സൈസ് വകുപ്പ് ഇടപെട്ടത് എന്നുള്ളത്. അതായത് ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത നൽകുന്നു, അതിന് തൊട്ടു പിന്നാലെ തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ സ്ഥലം MLA ആയിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ മന്ത്രി എം പി രാജേഷും ഈ വിഷയത്തിൽ, എക്സൈസ് വകുപ്പ് മന്ത്രിയും കൃത്യമായിട്ടുള്ള ഇടപെടൽ വളരെ വേഗത്തിൽ നടത്തുകയും തുടർന്നാണ് ഈ പ്രതിയുടെ ഒരു അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയും പരിശോധനകൾ കർശനമാക്കുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവിടേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഗോപി. എന്തായാലും കഴിഞ്ഞ കുറേ അധികം നാളുകളായി നടക്കുന്ന ഒരു മദ്യവിൽപ്പനയാണിത്. ഒരു വീട്ടിൽ വെച്ചൊരു മദ്യവിൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിരവധി ഇടങ്ങളിൽ എക്സൈസിൻ്റെയും മറ്റും പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം വെട്ടിച്ചുകൊണ്ടാണ് ഈ പരിശോധന ഈ മദ്യവിൽപ്പന നിർബാധം നടന്നു പോന്നിരുന്നത്. നമ്മുടെ സംഘം ഇന്നലെ ഇവരുടെ വീട്ടിലെത്തുമ്പോഴും ഇവർക്ക് ഇവരുടെ വീട്ടിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മുറിയിൽ വെച്ച് മദ്യം നൽകുന്നു, പണം നൽകുന്നു, തിരികെ പോരുന്നു. ഒരു പരിശോധനയുമില്ല, ഒരു തരത്തിലുമുള്ള നിയന്ത്രണവുമില്ല. ആ തരത്തിലാണ് മദ്യവിൽപ്പന നടന്നു പോകുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ അരമണിക്കൂർ കൊണ്ടുള്ള നടപടിയാണ് എക്സൈസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 7 മണിക്കാണ് ഈ വാർത്ത നൽകിയത്. വളരെ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. സാർ, എന്താണ് ഇപ്പോൾ നമ്മൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ? വണ്ടിത്താവളം പാറമേട് കരയിൽ മറ്റേ ഹരിദാസ് ഭാര്യ ദേവിയുടെ 5 ലിറ്റർ മദ്യം ഇയാളുടെ ഷെഡിൽ സൂക്ഷിച്ചു വെച്ചതിന്, വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ഈ ഓഫീസിൽ 55 പ്രകാരം, മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 55 പ്രകാരം CR നമ്പർ 37 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. നാട്ടുകാർ പറയുന്ന ഒരു പരാതി, ഒരുപാട് നാളായിട്ട് ഇതോടെ നടക്കുന്നുണ്ട്, പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ്, എക്സൈസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് നമ്മൾ കേസെടുക്കുമായിരുന്നു. 10ഓളം സ്ഥലത്ത് ഇതുപോലെ മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞങ്ങൾ കൈമാറുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു പരിശോധനയിലേക്ക് കടക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഗോപികൃഷ്ണൻ, അത് തന്നെയാണ്. നമുക്ക് വിവിധ ഇടങ്ങളിൽ, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വീടുകളിൽ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എക്സൈസ് വകുപ്പിന് ഇപ്പോൾ തന്നെ കൈമാറുന്നതുമാണ്. വേഗത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ. ശരി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 24 വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ മദ്യവിൽപ്പന നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. ദേവിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.